വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അത്ഭുതങ്ങളുടെ കാലമാണല്ലോ കടന്നു പോകുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെ എന്ന് അന്വേഷിക്കുകയാണ് പൊളിമിക്സ്. മനുഷ്യനെ ആകെ മൊത്തം മാറ്റിയെടുക്കുന്ന മായാജാലങ്ങൾ പോലും അരങ്ങേറി തുടങ്ങി. അത്തരം മായാജാലം പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലെ പ്രവേശനോത്സവം കാണാം. Count of 3, you have to just burn, light the lighter. Okay? 1, 2, 3. Okay, 1, 2, 3. Light the lighter. I'll fire it. I'll fire it. You just light it. Light it. Okay. Okay. In the count of 3, okay, sir? 1, 2, 3. Okay. Yes. Do it. Do it. I'll do it. Oh. Sorry. Yes. For you. തീപ്പൊരിയിൽ നിന്ന് ചുവന്ന പൂവുണ്ടാക്കുന്ന ഈ വിദ്യയുണ്ടല്ലോ, അതിലൊക്കെയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആദിമ മനുഷ്യൻ ഇടിയും മിന്നലും കണ്ടപ്പോൾ അതിനെ ഭയന്ന് ആരാധിക്കുന്നവരായി തീർന്നു. അങ്ങനെയുള്ള മനുഷ്യന് ഇടിയും മിന്നലും ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് കണ്ടെത്തുന്ന ചിന്തകളിലേക്ക് മനുഷ്യൻ ബുദ്ധിപരമായി വളർന്ന് വികാസം പ്രാപിക്കുകയാണ്. അങ്ങനെ വികാസം പ്രാപിക്കുന്ന ഒരു പുതിയ ലോകത്തെത്തിയിരിക്കുകയാണ്. അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി ഒരു കണ്ണാടിയുടെ മുന്നിലിരുത്തും. സ്വന്തം ബുദ്ധിശക്തിയെ തിരിച്ചറിയുന്നതിനുള്ള മാന്ത്രിക കണ്ണാടിയാണിത്. ജയരാജേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഇപ്പോഴാണ് എന്നെ ശരിയായി കാണുന്നത് എന്ന്. അതാണ് ആത്മജ്ഞാനം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനെക്കുറിച്ചും സംസാരിക്കാം, തെറ്റുപറ്റില്ല. ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മാജിക്കിന് മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയ്ക്കും മനുഷ്യന്റെ നിലനിൽപ്പിനും ജീവിത സംരക്ഷണത്തിനുമുള്ള ഉപകരണമായി ഇവിടെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീമുതുകാട്. അനുഭവത്തിൻ്റെ ബലത്തിലാണ് ഈ പറയുന്നത്. സാധാരണ മനുഷ്യജീവികളെ കൊണ്ടുപോയി ബുദ്ധിജീവികളാക്കി മാറ്റിയെടുക്കുക എന്നാൽ സാഹസിക പ്രക്രിയയാണ്. അതാണ് മുതുകാട് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം ഒരു സാഹസികനാണ്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വലിയ 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 ബഹുമാനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം ഒരു മെജിഷ്യൻ, അത് സയന്റിഫിക്കാണ്. നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സൃഷ്ടികളും അതൊരു കഴിവാണ്, അതൊരു ശാസ്ത്രമാണ്. ഇല്ലാത്തതൊന്നും സൃഷ്ടിക്കുന്നില്ല, ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. നമുക്ക് ഉള്ളതിനെ മറ്റൊന്നാക്കാം, ഒന്നിനെയും ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. അതാണ് ഇന്നത്തെ വരെയുള്ള ചരിത്രത്തിൻ്റെ മനുഷ്യന്റെ വളർച്ചയുടെ നിഗമനം. ഒന്നിനെ മറ്റൊന്നാക്കാം. ഇവിടെ മാജിക്കിലൂടെ സൃഷ്ടിക്കുന്ന ഓരോ രൂപങ്ങളും ഭാവങ്ങളും സൃഷ്ടികളും ഉള്ളതാണ്. ആ ഉള്ളതിനെ അത്ഭുതകരമായി പ്രദർശിപ്പിക്കുകയാണ്. മാജിക് ഒരു അത്ഭുത ശാസ്ത്രമാണ്. ശാസ്ത്രീയ സോഷ്യലിസം പോലെ തന്നെയാണ് ശാസ്ത്രീയ മാജിക്കും. അതിന് സാധാരണ മനുഷ്യജീവികളെ ബുദ്ധിജീവികളാക്കി തരാൻ കഴിയും. ഒരു പുതിയ തലമുറയിലെ ബുദ്ധിശാലികൾ സമ്മേളിക്കുമ്പോൾ
അവർക്ക് ഒരുപാട് അറിവുകളും ഒരുപാട് വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും. അവരുടെ നിരീക്ഷണങ്ങളും അവരുടെ ചിന്തകളും ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഉള്ളത് മാത്രമല്ല പുതിയതിനെ കണ്ടെത്താം. ഉദാഹരണം കാണിച്ചു തരാം. ഒരു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പുതിയ തലമുറയിലെ ബുദ്ധിശാലികൾ സമ്മേളിച്ചപ്പോൾ ഉണ്ടായ ഒരു കണ്ടെത്തൽ കാണിച്ചു തരാം. ബാലൻ എന്ന കഥാപാത്രത്തെ ആവിഷ്കരിച്ച് എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ നിർമ്മിതിയിൽ മുഹമ്മദ് അലിയുടെ സ്വഭാവത്തിൻ്റെ ചില സവിശേഷതകൾ ഈ ബാലൻ എന്ന കഥാപാത്രത്തിൽ രാജീവ് രവിയും ശ്രീ പി ബാലചന്ദ്രനും തിരക്കഥ തയ്യാറാക്കിയവരുമൊക്കെ ചേർന്ന് ലയിപ്പിച്ച് ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. അതെന്താണ്? ആർക്കെങ്കിലും പറയാവോ? ഇവിടെ ഇരിക്കുന്നത് മുഹമ്മദ് അലിയുടെ ഇടിക്കൂട്ടിലെ മുഹമ്മദ് അലിയുടെ ഒരു പ്രവർത്തന രീതി, ബുദ്ധി കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി ഈ ബാലൻ എന്ന കഥാപാത്രത്തിൻ്റെ നിർമ്മിതിയിൽ ഇവർ ആശ്രയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ചിലർ കണ്ടിട്ടുണ്ടാവും. അത് ഏറ്റുമുട്ടുമ്പോൾ കായിക ശേഷി കൊണ്ട് മാത്രമല്ല ഏറ്റുമുട്ടുന്നത്, വാക്കിനെ കൂടി ആയുധമാക്കിക്കൊണ്ടാണ്, വാക്കിൻ്റെ കരുത്തുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് മുഹമ്മദ് അലി. അത് വളരെ പ്രസിദ്ധമാണ്. ഇടിക്കൂട്ടിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ എതിരാളിയെ വാക്കുകൾ കൊണ്ട് ഇടിച്ചു തുടങ്ങും മുഹമ്മദ് അലി. മുഹമ്മദ് അലി എന്ന് പേരുമാറ്റി വിശ്വാസം മാറിയ സന്ദർഭത്തിൽ കാഷ്യസ് ക്ലേ എന്ന് വിളിച്ചുകൊണ്ടും മറ്റ് പേരുകൾ വിളിച്ചുകൊണ്ടും മുഹമ്മദ് അലിയെ അവമാനിക്കാൻ മുഹമ്മദ് അലിയുമായി ഏറ്റുമുട്ടേണ്ട ഒരാൾ, മുഹമ്മദ് അലി ഓരോ ഇടി എതിരാളിക്ക് കൊടുക്കുമ്പോൾ ചോദിക്കും, നീ പറ, എൻ്റെ പേരെന്താണ് നീ പറ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഇടിയും കൊടുക്കുക. അങ്ങനെയാണ് അയാളെ അസ്തപ്രജ്ഞനാക്കിയത്. ഇവിടെ ഈ സിനിമയിൽ ആ കരാട്ടക്കാരനുമായിട്ട് ഏറ്റുമുട്ടുന്ന രംഗമുണ്ടല്ലോ, ഇടിയും കരാട്ടെ പ്രയോഗങ്ങളും ഒക്കെ കിട്ടുകയാണ്. അപ്പം കഥാപാത്രം ബാലൻ ഒരുപാട് അടിയും ഇടിയും ഏറ്റുവാങ്ങുമ്പോൾ, ഇതാണോ നിന്റെ കയ്യിലുള്ളത്? നീ കരാട്ടക്കാരനാണോ? എന്താ നിന്റെ കാണിക്കടാ, എന്താ കമ്മട്ടിപ്പാടത്തെ കുട്ടികളോട് നീ കാണിച്ചിരിടാ എന്ന് പറഞ്ഞ് അയാളെ പ്രകോപിപ്പിക്കുകയാണ് വാക്കുകൾ. ഒടുവിൽ അയാൾ പരാജിതനാക്കുന്ന ആ രംഗത്തിൽ ബാലൻ എന്ന കഥാപാത്രത്തിൻ്റെ പെരുമാറ്റത്തിൽ ഇടിക്കൂട്ടിലെ മുഹമ്മദ് അലിയുടെ ശൈലി അറിയാതെ തിരക്കഥാകൃത്തും സംവിധായകനും ചേർന്ന് സ്വീകരിച്ചിരുന്നു എന്നും ഞാൻ ഓർത്തുപോയി. മുഹമ്മദ് അലി മരിച്ച സാഹചര്യത്തിൽ മുഹമ്മദ് അലി മരിച്ച സാഹചര്യത്തിൽ ഇ.പി. ജയരാജനെ പറ്റിയ അബദ്ധം ഇനി പറ്റില്ല എന്നുറപ്പാണ്. ഇനിയൊരവസരമുണ്ടായാൽ ഇപ്പോൾ ബേബി സഖാവ് മുഹമ്മദ് അലിയെക്കുറിച്ച് സംസാരിച്ചതുപോലെ ആരെക്കുറിച്ചും ജയരാജൻ സഖാവും സംസാരിക്കും. കാരണം മാജിക് ശാസ്ത്രമാണ്. ശാസ്ത്രം മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നു. അക്കാര്യം പിടികിട്ടിയതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാലും അത്ഭുതങ്ങൾ ആവർത്തിക്കും. അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ചുട്ട കോഴിയെ പറപ്പിക്കുന്ന അത്ഭുതമാണ് എന്നാണല്ലോ വെപ്പ്. എന്നാൽ അറിഞ്ഞുകൊള്ളുക, അതിനേക്കാൾ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. കോൺഗ്രസ് തിരിച്ചു വരുന്നു. ഏതായാലും UDFന് 10 വർഷം വരെ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഇനിയും LDF കാത്തിരുന്ന പോലെ കാത്തിരിക്കേണ്ടി വരില്ല. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തിളക്കത്തോടുകൂടി UDF തിരിച്ചു വരും. അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ തിരിച്ചു വരും എന്നറിയാത്തവർ കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാത്തവരാണ്. അതറിയാത്തവർക്ക് അത് AK പറഞ്ഞു തരും. എൻ്റെ എല്ലാ ഓർമ്മയിലുള്ള ഏറ്റവും കനത്ത പരാജയം 1967 പരാജയമാണ്. അന്ന് 133 അംഗങ്ങളുള്ള കേരള നിയമസഭയിൽ കോൺഗ്രസിന് 2 അക്കം തികയ്ക്കാൻ കഴിഞ്ഞില്ല. കേവലം 9 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നത്. ആ പരാജയവും ഞങ്ങൾ അതിജീവിച്ചവരാണ്. അന്ന് ശ്രീ കരുണാകരൻ്റെ സമർത്ഥമായ നേതൃത്വവും KSU യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ ചോരത്തിളപ്പുള്ള സാഹസികരായ ചെറുപ്പക്കാരുടെ പടയണിയുമാണ്
കോൺഗ്രസിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചത്. കോൺഗ്രസിന് പഴയ KSUവിൻ്റെ രക്തം കയറ്റുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. എന്നാൽ ആ പാർട്ടി എഴുന്നേറ്റ് നിൽക്കും. പാർട്ടിയുടെ അടിത്തറ, ആ അടിത്തറയിൽ ജനകീയ അടിത്തറ വിപുലമാക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് വിദ്യാർത്ഥി, യുവജന, മഹിള, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കുള്ളത്. പാർട്ടിയുടെ എല്ലാ ഫ്രണ്ടൽ ഓർഗനൈസേഷൻസും അതിലൊരു കാലത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി യുവ സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് KSU, യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ആ പ്രസ്ഥാനങ്ങളെ, യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കൂടുതൽ ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. KSUവിനെ ഊർജ്ജസ്വലമാക്കി അതിലൂടെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊതിക്കുന്ന ഈ സുധീരൻ പണ്ടൊരിക്കൽ KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് ഒരു പിളർപ്പിന് ശേഷം പകുതി KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു ചെന്നിത്തല. ഭരണമാറ്റത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി KSU പ്രവർത്തകന്മാർക്ക് നേരെ SFIയും DYFIയും ചേർന്ന് അക്രമം അഴിച്ചുവിടുകയാണ്. SFIയും DYFIയും ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറുന്നു. ഇന്നലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഓഫീസിൽ നോമിനേഷൻ കൊടുക്കാൻ KSU പ്രവർത്തകന്മാർക്ക് അവസരം കൊടുക്കാതെയാണ് വിദ്യാർത്ഥികളെ ഭീകരമായി മർദ്ദിച്ചത്. പോലീസ് നോക്കുകുത്തിയായി നോക്കി നിൽക്കുകയാണ് ഉണ്ടായത്. തടഞ്ഞ പോലീസുകാരെ പോലും SFI, DYFI പ്രവർത്തകന്മാർ ഭീകരമായി മർദ്ദിക്കുകയുണ്ടായി. പോലീസ് വാനിനകത്ത് കയറി പോലീസ് നോക്കി നിൽക്കുമ്പോൾ മർദ്ദനം അഴിച്ചുവിടുന്നു. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു കാരണവശാലും ജനാധിപത്യത്തെ ഇല്ലാതാക്കാനായി SFIയും DYFIയും നടത്തുന്ന ശ്രമങ്ങളെ അംഗീകരിക്കാൻ നിവർത്തിയില്ല. ശക്തമായി തന്നെ ഞങ്ങൾ ഇതിനെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരിടാൻ KSUക്കാർ പുറപ്പെട്ടു. യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാരെ നേരിടാൻ കോളേജിലേക്കല്ല പുറപ്പെട്ടത്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ്. അങ്ങനെ കൊടി പിടിക്കാനും അടി വാങ്ങാനും പഠിച്ചു വരുന്ന KSUക്കാർ അറിയുക, നിങ്ങളിങ്ങനെ ഊർജ്ജസ്വലരായി മുന്നേറുന്നതിനിടയ്ക്ക് ഇതാ ഇങ്ങനെ ഒരു വർത്തമാനം കേട്ടെന്നിരിക്കും. തളരരുത്. ഒരു കാലത്ത് കേരളത്തിലെ KSU പാവാട KSU എന്നാണ് അറിയപ്പെട്ടിരുന്നത് ക്യാമ്പസുകളിൽ. അന്ന് നമ്മളൊക്കെ വരുന്ന കാലത്ത് അതിനു മുമ്പ് KSUവിൻ്റെ ഏറ്റവും വസന്ത കാലഘട്ടത്തിൽ കേരളത്തിലെ KSUവിനെ നയിച്ചതും നിലനിർത്തിയതും പെൺകുട്ടികളായിരുന്നു. മറ്റെല്ലായിടത്തും എന്ന പോലെ തന്നെ ഇന്നിപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം KSUവിലെ ഭാരവാഹികളായി കുറവാണ്. ഭാരവാഹികളായി പെൺകുട്ടികൾ ഇരുന്നത് കൊണ്ടാണോ അതോ KSU നേതാക്കൾ മെമ്പർഷിപ്പ് ബുക്കുമായി പാവാടക്കാരികളുടെ പിന്നാലെ നടന്നിരുന്നത് കൊണ്ടാണോ ആ പേര് വന്നത് എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതർക്കിടയിൽ തർക്കമുണ്ട്. ഏതായാലും KSU തളിരിട്ട് തുടങ്ങിയാലോ അത്രയും നല്ലത്.
അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല കേട്ടോ. BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തെരഞ്ഞെടുപ്പിന് ശേഷം വാ തുറന്നു. കുറച്ച് തിന്നുമ്പാട് ജനങ്ങൾ പുച്ഛിച്ച് തള്ളി താറായി കിടക്കരുത്. എന്നിട്ടും ഇപ്പോഴും ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം മാന്യം മര്യാദയും വാങ്ങതവും ഉണ്ടെങ്കിൽ അത് KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പണ്ടേ പോകേണ്ടതാണ്. അത് പോകാൻ തയ്യാറാകാതെ ഇനി 7 വഴിയും കൂടെ ചേർന്ന് ചവിട്ടി പുറത്തിലാക്കുന്നവരെ കാത്തു നിൽക്കാൻ അങ്ങനെ കാത്തു നിൽക്കാൻ വേണ്ടി കാത്തു നിൽക്കാന്ന് പറഞ്ഞ ഇത്തരം അപഹാസ്യനായ ഒരു KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി വാ തുറന്നാൽ VM സുധീരനെതിരെ 4 വാക്കുണ്ടാകും എന്നുറപ്പാണല്ലോ. വെള്ളാപ്പള്ളി എതിർത്താൽ നമ്മൾ ശരിയാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം കോൺഗ്രസിനെ തൊട്ട് കളിക്കേണ്ട, കോൺഗ്രസിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ ഉള്ള അതേ ആളുകൾ സ്വയം പരിഹാസ്യരായി നടത്തുന്ന ഈ തരം ജൽപ്പനങ്ങൾക്കൊന്നും ആരും ചെവി കൊടുക്കില്ല, ആരും അത് ഗൗരവത്തോടെ കാണും എന്ന് കരുതുന്നില്ല. അടി കൊള്ളാൻ KSUക്കാരുണ്ട് എന്ന ധൈര്യത്തിലാണ് സുധീരൻ വെള്ളാപ്പള്ളിയെ വെല്ലുവിളിക്കുന്നത് എങ്കിലും VM സുധീരൻ കസേര ഒഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഈഴവനായൊരു KPCC പ്രസിഡന്റിനെ കിട്ടില്ല എന്ന രാഷ്ട്രീയ സത്യം വെള്ളാപ്പള്ളി നടച്ചനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞാലും അത്ഭുതങ്ങളുണ്ട്. ഇനി പോലീസിൻ്റെ അത്ഭുത പ്രവർത്തനമാണ്. DGP മാറിയപ്പോൾ ചെരിപ്പിലെ ചളിയിൽ നിന്നും കാണാതെ പോയ കത്തിയിൽ നിന്നും പ്രതിയെ കണ്ടെത്തിയ കേരള പോലീസും അവരുടെ ആരാധകരും ചേർന്നുള്ള ഒരു ജുഗൽബന്ദി. പുതിയ സർക്കാർ പോലീസുകാർക്ക് അഭിനന്ദനം കേരള പോലീസ് സൂപ്പറാണ്. അതിൽ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങൾ ഞങ്ങളെ അനുവദിക്കണം. സൂപ്പറാണ്. അവരെ കാണാനും കാണും ജനത്തിന് കാണും. ലോകം അറിയപ്പെടുന്ന ഒരു കേസാണ് കേരളത്തിൽ. പെരുമാറുകൾ സമയത്ത് പറഞ്ഞ ആദ്യമായിട്ട് വിദ്യാർത്ഥിയെ കൊണ്ടുവന്നോ ബ്രെയിനിൽ ചിന്തിക്കുന്ന വിവരമുള്ള സാറുമാര് മനസ്സിലാക്കും. അല്ലാത്ത സാറുമാരുടെ ഈ ഗതികേട് ഒരു പെൺകുട്ടികൾക്കും ഏത് വെളിയിലോ ഇന്ത്യക്ക് വെളിയിലായാലും ഏത് ജാതി അവിടെ ഒരു പൊതു പെൺകൊച്ചിന് അങ്ങനെ ഗതികേട് വരേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഭായിമാരൊന്നും വേണ്ട വേണ്ട വേണ്ട. മെയിനായിട്ടുള്ളത് കേരളത്തിന് ഭായി വേണ്ട. അതാണ് സത്യം. കേരളത്തിന് ഭായിമാര് വേണ്ട എന്നുള്ള ഭായിടയേ ഞങ്ങൾക്ക് ജനങ്ങളെക്കുന്നത് എനിക്ക് ഇവിടെ വണ്ടിയിൽ ആലുവ കിളപ്പിലേക്ക് കൊണ്ടുപോയപ്പോ അവന്റെ മോമൂടി നിങ്ങളുടെ അവരെ കൊണ്ടുവന്നില്ല. അവിടെ നിർത്തിയിട്ടൊന്ന് കാണിക്കണം. കറുത്ത മൂടിയാണെങ്കിൽ അത് വെടിവെച്ച് മാറിക്കണം. തല ഡൽഹിയില് ആ നിർഭയാന്ന് പറഞ്ഞ കൊച്ചിനെ ക്രൂരമായി കൊന്നിട്ട് അതിനേക്കാളും ക്രൂരമായിട്ടാണ് നമ്മുടെ ഈ കുന്നത്തുനാട് താലൂക്ക് പെരുമ്പാവൂർ മണ്ഡലത്തില് ഈ വട്ടോളിപ്പടി ഇരിങ്ങോൾക്കാവിന്റെ അടുത്ത് ഈ കൊച്ചിനെ ചെയ്ത ക്രൂരത. അവിടെ ഇഷ്ടമാതിരി അയൽവക്കംകാരുണ്ടായിരുന്നു. എന്തിനാ അയൽവക്കംകാര്? ഒരു സംഭവം അയലക്കത്ത് ഉണ്ടായി കഴിഞ്ഞാൽ കൊച്ചു കരഞ്ഞു, ഒച്ചപ്പാറുണ്ടാക്കി. ഒരു അയലക്കത്താരൊന്നിച്ചെന്ന് പറയണ്ട. 4-ാം ദിവസം അയലക്കത്തെന്ന് ഞാൻ അന്വേഷിച്ചതാ. അവർ ഒറ്റണം പറഞ്ഞില്ല, ഒരു അയൽവക്കംകാര് പറഞ്ഞില്ല. കണ്ട
കേരളത്തിൽ ഇത്രയും നാളായിട്ട് ഈ കേരളത്തില് ഒരു പോലീസുകാരനെ പിടിക്കാൻ പറ്റാതെ നമ്മുടെ കേരളത്തിലെ DGP നമ്മുടെ നിയന്ത്രണം കൊടുത്ത് അതിന് ഇതാ ആ പ്രതിനെ പിടിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഈ അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും കെടുത്താനാവാത്തതാണ് കേരളത്തിൻ്റെ മനസ്സിലെ തീ എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശക്തമായ നിയമ നടപടി ഇല്ലാഞ്ഞിട്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടിൽ വരെ സുരക്ഷയില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? 6 മണി കഴിഞ്ഞാൽ ഏതായിട്ട് നടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പകലും നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ആശങ്ക വളരെ അധികമാണ്. പഠിക്കുന്ന കുട്ടികളാണ്, ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഓരോ ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ പോണ കുട്ടികളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഒരു വരുന്ന വരെ തീ തിന്ന് ജീവിക്കുക, അത്ര തന്നെ. കൂടെ പറഞ്ഞേക്കാൻ അങ്ങനെ ആൺകുട്ടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് 2 പെൺകുട്ടികളാണ്, പഠിക്കണ മക്കളാണ്. ഒരു പോയി വരുന്ന വരെ എനിക്കൊരു സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല. ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനൊട്ടുള്ള, ഞങ്ങൾക്ക് കുട്ടികളെ ഇട്ടിട്ട് ഇപ്പോൾ ട്യൂഷനൊക്കെ പോയിട്ട് വരുന്നു, പഠിക്കാൻ പോയിട്ട് വരുന്നു, ഇവരുടെ ജീവനിൽ ഒരു ഉറപ്പും നൽകാൻ. നാളെ നമുക്കിത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പ്രതികാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ശിക്ഷയായിരിക്കണം അവർക്ക് നൽകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പുറമേയുള്ള രാജ്യം എബ്രോഡ് എങ്ങനെയാണോ അങ്ങനത്തെ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലും സംഭവങ്ങൾ വേണം. അങ്ങനെ വെച്ചാൽ പണിഷ്മെൻറ്റ് അതിൻ്റേതായ രീതിയിൽ തന്നെ കൊടുക്കണം. ഞാനൊരു കോളേജ് പഠിക്കാൻ പോണേണ്. അപ്പോൾ എനിക്ക് നാളെ ഇതുപോലെ സംഭവിച്ചുവിടുന്നില്ല. അപ്പോൾ ഇതിനെതിരെ എനിക്ക് നന്നായിട്ടൊരു പ്രതിഷേധമുണ്ട്. ഇത് എല്ലാവരും ഒരു മാതൃകയായിട്ട് കണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അമ്മ എന്നുള്ള നിലയിലാണെങ്കിൽ എനിക്ക് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സ്ത്രീക്കും ഒരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കാനേ പാടില്ല. അവന് വധശിക്ഷ തന്നെ കൊടുക്കണം. പോലീസിന്റെ തലപ്പത്ത് സെൻകുമാർ ആണെങ്കിലും ലോക്നാഥ് ആണെങ്കിലും കേരളീയരുടെ മനസ്സിൽ തീയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ തീരുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.